ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മേക്സ് വിൻഡോസ് യൂട്യൂബ് ചാനൽ. ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് മുരുടേശ്വർ ക്ഷേത്രത്തിലെ അന്നപ്രസാദ ചിട്ടകളും അവിടെ നിന്ന് എനിക്ക് പറ്റിയ ചില അബദ്ധങ്ങളുമാണ്. മുരുടേശ്വർ ക്ഷേത്രത്തിൻ്റെ ചരിത്ര വീഡിയോ ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വീഡിയോയുടെ ലെങ്ത് കൂടണ്ട എന്ന് കരുതിയാണ് ഈ കാര്യങ്ങൾ ഞാൻ അതിൽ സൂചിപ്പിക്കാതിരുന്നത്. അപ്പോൾ നമുക്ക് വൈകാതെ തന്നെ വീഡിയോയിലേക്ക് കിടക്കാം. ആദ്യം തന്നെ ഫ്രീ ആയി നമ്മൾ ടോക്കൺ എടുത്ത് നേരെ ഡൈനിങ് ടേബിളിൽ പോയി ഇരിക്കുകയാണ് ചെയ്തത്. അതിനു വേണ്ടി ടോക്കണിന് വേണ്ടിയോ അതോ ഡൈനിങ് റൂമിൽ കയറാൻ വേണ്ടിയോ ക്യൂ നിൽക്കേണ്ടയൊന്നും വന്നിട്ടില്ല. ഇവിടെ നല്ല വൃത്തിയിലും ചിട്ടയിലുമാണ് ഭക്ഷണം കൊടുക്കുന്നത്. അത് പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെ. ആദ്യം തന്നെ പ്ലേറ്റ് കൊണ്ടുവച്ച് അതിൽ അല്പം ചൂടുവെള്ളം ഒഴിച്ചു തരികയാണ് തരുന്നത്. അതിലൂടെ നമുക്ക് തന്നെ നമ്മുടെ പ്ലേറ്റ് ഒന്നും കൂടി കഴുകാനുള്ള അവസരം ലഭിക്കുന്നു. പിന്നീട് വേഗം തന്നെ അവർ തന്നെ ഒരു വണ്ടി കൊണ്ടുവരും നമ്മൾ കഴുകിയ വെള്ളം ഒഴിക്കാൻ വേണ്ടി. അതും വളരെ സൗകര്യം തന്നെ. പിന്നീട് കൊണ്ടുവരുന്നത് വെള്ളമാണ്. ഇതാ നിങ്ങൾ കാണുന്ന പോലെയാണ് വെള്ളം കൊണ്ടുവരുന്നത്. അതിലൂടെ നമുക്ക് വേണ്ട വെള്ളം എടുക്കുക. പെട്ടെന്ന് തന്നെ ഭക്ഷണം വിളമ്പുന്നത്. ആദ്യം തന്നെ ഒരു വെള്ള കളർ എന്തോ ഒന്ന് വിളമ്പി. ഒരു മധുരമുള്ള വിഭവമാണിത്. പായസം പോലെ ഉണ്ടായിരുന്നു. പിന്നെ ചെറിയ ചെറിയ കഷ്ണം ഇട്ട ഒരു മസാലക്കറി കൊണ്ട് അതിൻ്റെ കൂടെ ഒഴിച്ചു. അപ്പോൾ കരുതി ഇത് ഇവിടുത്തെ എന്തോ ഒരു വിഭവമാണ്, ഇത് രണ്ടും കൂടി മിക്സ് ചെയ്ത് കഴിക്കേണ്ട എന്തോ ഒരു വിഭവമാണെന്ന് കരുതിയിട്ട് രണ്ടും കൂടി മിക്സ് ചെയ്ത് കഴിച്ചു. കുറച്ച് കഴിഞ്ഞപ്പോൾ ചോറ് വിളമ്പി. പിന്നെയാണ് മനസ്സിലായത് ഇവിടെ ഉപ്പേരി കൂട്ടുകറി അങ്ങനത്തെ ഒന്നുമില്ല, പകരം ചോറിൻ്റെ കൂടെ കൂട്ടി കഴിക്കേണ്ടതാണ് ആ പാലക്കറിയെന്ന് മനസ്സിലായത്. ഒരു അബദ്ധം പറ്റിപ്പോയി. അതാണ് പറ്റിപ്പോയ മെയിൻ അബദ്ധം. പിന്നെ കൊണ്ടത് റോ റൈസാണ്. സാധാരണ നമ്മുടെ നാട്ടിലെല്ലാം ചിലവർ ഒരു വലിയ സ്പൂൺ ഇടുകയാണ് ചെയ്യുക. അപ്പം അത് പ്രതീക്ഷിച്ച് ഞാൻ പറഞ്ഞു ഇടുന്നതിൻ്റെ അര സ്പൂൺ ഇട്ടാൽ മതിയെന്ന്. പിന്നെയാണ് മനസ്സിലായത് ഇവിടെ അര സ്പൂണ് ചോറാണ് എല്ലാവർക്കും വിളമ്പുന്നത് എന്ന്. അപ്പോൾ കിട്ടിയത് വെറും 1/4 സ്പൂണ് ചോറാണ്. പിന്നെ കറിയായിട്ട് രസം ഒഴിച്ച് തന്നു. നല്ല ചോറും ചൂട് കറിയുമായിരുന്നു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ വീണ്ടും ചോറ് കൊണ്ടുവരുന്നുണ്ടായിരുന്നു. അപ്പോൾ കരുതി ഇതേപോലെ ചോറും രസവും തന്നെ ആയിരിക്കും കൊണ്ടുവരാമെന്ന് കരുതിയിട്ട് ഞാൻ ക്യാമറ ഓഫാക്കി. പക്ഷെ പിന്നീടാണ് മനസ്സിലായത് അവർ അര സ്പൂണ് ചോറിട്ടതിൻ്റെ കാര്യം. പിന്നെ ഇതേപോലെ എല്ലാവർക്കും അര സ്പൂണ് ചോറിട്ടിട്ട് വേറെ കറി, അതായത് ഒരു പരിപ്പ് കറി പോലത്തെ ഒരു കറി കൊടുക്കുകയാണ് ചെയ്തത്. കൂടെ സംഭാരവും. ഇവിടെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ സംഭാരം നമ്മുടെ നാട്ടിലെല്ലാം കയ്യിൽ ഒഴിച്ചു തരിക. അതിവിടെ കാണിച്ചപ്പോൾ അവർ തന്നില്ല. അതുപോലെ തന്നെ അടുത്തിരുന്ന ഒരു മലയാളി മോര് ഗ്ലാസ്സിൽ ഒഴിച്ച് തരുമെന്ന് ചോദിച്ചപ്പോൾ അവർ ഇല്ല പ്ലേറ്റിലേ ഒഴിക്കൂ എന്ന് ഒരേ നിർബന്ധമായിരുന്നു. വേഗം തന്നെ ഭക്ഷണം കഴിച്ച് പ്ലേറ്റ് കൊണ്ടുവയ്ക്കാൻ പോയി. ഇവിടെ നമ്മളായിട്ട് പ്ലേറ്റ് കഴുകി വയ്ക്കൊന്നും വേണ്ട. അവിടെ അതിൻ്റേതായ സൗകര്യമുണ്ട്. അവിടെ വേസ്റ്റ് ഇടുന്നൊരു ഭാഗമുണ്ട്. അവിടെ വേസ്റ്റ് ഇട്ട് തൊട്ടടുത്ത് തന്നെ കഴിച്ച പ്ലേറ്റും ഗ്ലാസും വെച്ചാൽ മതി. നമ്മളായിട്ട് കഴുകി വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ വാഷ് ബേസിൻ്റെ അവിടെ അടുത്ത് പോയപ്പോൾ അവിടെ നല്ല തിരക്കുണ്ടായിരുന്നു. കുറച്ച് പ്രയാസം തന്നെയായിരുന്നു കൈ കഴുകാൻ. കൈ കഴുകി കഴിഞ്ഞാൽ തൊട്ടടുത്ത് തന്നെ ഡോറുണ്ട്. അതിലൂടെ നേരെ പുറത്തു പോവാം. നല്ല സൗകര്യമാണ്. അപ്പോൾ ഇതൊക്കെയാണ് മുരുടേശ്വർ ക്ഷേത്രത്തിലെ അന്നപ്രസാദ ചിട്ടകളും അവിടുത്തെ വിഭവങ്ങളുമൊക്കെ. മുരുടേശ്വർ ക്ഷേത്രത്തിൻ്റെ ഫുൾ വീഡിയോ ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. താല്പര്യമുള്ളവർ പോയി കാണുക. അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ കൊടുക്കുക. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. നമുക്ക് മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം. അതുവരെ ദിസ് ഇസ് മേഘ സൈനിങ് ഓഫ്. ബൈ.